ഡിയർ സ്റ്റുഡൻസ്, അടുത്ത ടോപ്പിക്ക് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷനാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ അഡ്സോർബൻ്റ് ആൻഡ് അഡ്സോർബേറ്റ്, അഡ്സോർപ്ഷൻ ഈസ് ഓഫ് ടു ടൈപ്സ്: ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ, അല്ലെങ്കിൽ വേറെ പേരാണ് ഫിസിസോർപ്ഷൻ ആൻഡ് കെമിസോർപ്ഷൻ. അതായത് ഇത് നമുക്കറിയാം, ഇത് ഒരു അഡ്സോർബേറ്റ് ആണ്. ഇത് അഡ്സോർബൻ്റ് ആണ്. അഡ്സോർബൻ്റ്. ഇനി ഇതിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കുന്ന സബ്സ്റ്റൻസിനെ നമുക്ക് അഡ്സോർബേറ്റ് എന്ന് വിളിക്കാം. അഡ്സോർബേറ്റ്. അപ്പോൾ ഈ ഉപരിതലത്തിൽ ഇങ്ങനെ ഇത് പറ്റിപ്പിടിപ്പിക്കുമ്പോൾ, ഇത് അഡ്സോർബ് ചെയ്യുമ്പോൾ, ഈ മോളിക്യൂളും ഈ അഡ്സോർബൻ്റ് മോളിക്യൂളും അഡ്സോർബേറ്റ് മോളിക്യൂൾ, അതായത് പറ്റിപ്പിടിച്ച മോളിക്യൂളും സർഫസും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അഡ്സോർപ്ഷനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫിസിസോർപ്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷനും വേറൊന്ന് കെമിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ കെമിസോർപ്ഷൻ എന്നും പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. എന്താണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ? ഈ അഡ്സോർബറ്റ് മോളിക്യൂളുകളും തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പേര് പറയാം? ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയാം. അതായത് ഈ രണ്ട് പദാർത്ഥങ്ങൾ, പറ്റിപ്പിടിച്ച പദാർത്ഥവും സർഫസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വീക്കായിട്ടുള്ള വാണ്ടർവാൾസ് ഫോഴ്സ് ആണെങ്കിൽ അത്തരത്തിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ നമുക്ക് എന്ത് പേര് പറയാം? ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയാം. ഇനി അവർ തമ്മിൽ രാസപ്രവർത്തനത്തിലൊന്നും ഏർപ്പെടുന്നില്ല, കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ കഴിയുമ്പോൾ നമുക്കിതിനെ ആവശ്യമില്ലെങ്കിൽ ഈ സർഫസിൽ പറ്റിപ്പിടിച്ച മോളിക്യൂൾസിനെ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം, ഡീസോർപ്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്? ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിളാണ്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സിബിളാണ്. ഇതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വാണ്ടർവാൾസ് ഫോഴ്സാണ്. ഇനി രണ്ടാമത്തതാണ് കെമിക്കൽ അഡ്സോർപ്ഷൻ. കെമിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്സോർബൻ്റ് മോളിക്യൂളും അഡ്സോർബേറ്റ് മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഒരു കെമിക്കൽ ബോണ്ട് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ഇത് പറ്റിപ്പിടിച്ച് കഴിയുമ്പോൾ താഴെയുള്ള സർഫസുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യുകയാണ്. അപ്പോൾ അവിടെ രാസബന്ധനം ഉണ്ടാകുന്നു, കെമിക്കൽ ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നു. അങ്ങനെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്ത് പുതിയൊരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അതിനെ നമുക്ക് ഇറിവേഴ്സിബിൾ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇനി എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫിസിക്കൽ അഡ്സോർപ്ഷനും ഫിസിസോർപ്ഷനും കെമിസോർപ്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? രണ്ട് ഡിഫറൻസിങ്ങനെ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കണം. അതിൽ ഒന്നാമത്തത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതായത് അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയായിരിക്കും? ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണെങ്കിൽ വാണ്ടർവാൾസ് ഫോഴ്സ് ആയിരിക്കും. കെമിക്കൽ അഡ്സോർപ്ഷൻ ആണെങ്കിൽ സ്ട്രോങ് കെമിക്കൽ ബോണ്ട് അവിടെ ഫോം ചെയ്യും. ഇനി അടുത്ത മൂന്നാമത്തത് നോക്കുക, റിവേഴ്സിബിലിറ്റി. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണ് റിവേഴ്സിബിളാണ്, അതായത് നമുക്കതിനെ തിരിച്ച് പഴയ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് പറ്റും. അതേസമയം കെമിക്കൽ അഡ്സോർപ്ഷനിൽ രാസബന്ധനത്തിൻ്റെ ഫലമായി കെമിക്കൽ ബോണ്ട് ഫോം ചെയ്ത് പുതിയ കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചതിനെ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ഇറിവേഴ്സിബിളാണ്. ഇനി രണ്ടാമത്തെ നോക്കുക, സ്പെസിഫിസിറ്റി നോക്കുക. സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ബോണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഈ കെമിക്കൽ അഡ്സോർപ്ഷൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉപയോഗിച്ചിരിക്കുന്ന അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ വന്ന് പറ്റിപ്പിടിച്ച് കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇതിന് സ്യൂട്ടബിളായിട്ടുള്ള റിയേജൻറ്റ് വേണം ഇതിവിടെ വന്ന് സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്യാൻ. അങ്ങനെ അഡ്സോർബ് ചെയ്യണമെങ്കിൽ അതിന് സ്പെസിഫിക് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിരിക്കും. ഈ സർഫസിന് യോജിച്ച റിയേജൻറ്റ് വേണം ഇവിടെ അഡ്സോർബ് ചെയ്യാൻ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പേര് പറയുന്നത്? കെമിസോർപ്ഷൻ ഹൈലി സ്പെസിഫിക് ആണെന്ന് പറയുന്നത്. അതേസമയം ഫിസിസോർപ്ഷൻ നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ. ഈ ഒരു 3 പോയിൻ്റ് നിങ്ങൾക്ക് എളുപ്പമാണ് പഠിച്ചു വയ്ക്കാൻ. ഈ ഒരു 3 നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്തത് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ആൻഡ് നേച്ചർ ഓഫ് ഗ്യാസ്.
ഇനി ഈ ഫിസിക്സ് ഓപ്ഷൻ്റെ ഫലമായിട്ട് ഈ സർഫസിൽ വന്നിങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആണ് ഇവിടെ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, അഡ്സോർബ് ചെയ്യുന്നത്. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ ഈസിലി അഡ്സോർബഡ് ദാൻ പെർമനൻറ്റ് ഗ്യാസ്. പെട്ടെന്ന് ലിക്വിഫൈഡ് ചെയ്യുന്ന ഗ്യാസസ് ആണ് അഡ്സോർപ്ഷനിൽ കൂടുതലായിട്ട് ഫിസിക്സ് ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്യാസസ് വിച്ച് ക്യാൻ റിയാക്ട് വിത്ത് അഡ്സോർബൻറ്റ് ഷോ കെമീസ് ഓപ്ഷൻ. ഇനി ഒരു കെമീസ് ഓപ്ഷൻ ആണെങ്കിൽ ഈ സർഫസുമായിട്ട് ഈ ഗ്യാസസ് എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അടുത്തത് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ഫിസിക്സ് ഓപ്ഷൻ്റെ കേസിൽ ലോ ഹീറ്റ് മതി ഫിസിക്സ് ഓപ്ഷൻ നടക്കാൻ. അതേസമയം കെമീസ് ഓപ്ഷൻ്റെ കേസിൽ ഹൈ ഹീറ്റ് വേണം. അടുത്തത് ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ ഫിസിക്സ് ഓപ്ഷൻ നടക്കും, അതേസമയം ഹൈ ടെമ്പറേച്ചറിലാണ് കെമീസ് ഓപ്ഷൻ നടക്കുന്നത്. ഇനി ആക്ടിവേഷൻ എനർജി. ഏഴാമത്തത് ആക്ടിവേഷൻ എനർജി. നോ അപ്രീഷ്യബിൾ ആക്ടിവേഷൻ എനർജി ഈസ് നീഡ്. കാരണം എന്തുകൊണ്ടാണ് അവിടെ ആക്ടിവേഷൻ എനർജി നീഡ് ചെയ്യുന്നില്ല? കാരണം റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് അവിടെ മാറുന്നില്ല. ഇത് തമ്മിൽ പറ്റിപ്പിടിച്ചെന്നും പറഞ്ഞ് അവിടെ പുതിയ പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. അതേസമയം കെമീസ് ഓപ്ഷൻ്റെ കേസിലാണെങ്കിൽ ഈ ഒരു സർഫസിൻ്റെ പുറത്ത് വേറെ പദാർത്ഥം വന്ന് പറ്റിപ്പിടിക്കുമ്പോൾ അത് തമ്മിൽ കൂടിച്ചേർന്ന് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു ആക്ടിവേഷൻ എനർജി ആവശ്യമാണ്. അതായത് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഫോം ചെയ്യാൻ വേണ്ടി ഒരു എനർജി ആവശ്യമാണ്. ഇനി നേച്ചർ ഓഫ് ലെയർ. മൾട്ടി മോളിക്കുലർ ലെയർ ഓഫ് അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ്. ഇതിൻ്റെ സർഫസിൽ ഇങ്ങനെ സർഫസിലാണ് വന്ന് അഡ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പം ഓരോ ലെയറായിട്ട് എന്ത് ചെയ്യുന്നു, അഡ്സോർപ്ഷൻ നടക്കുന്നു. അടുത്തതായിട്ട് കെമീസ് ഓപ്ഷനിൽ only unimolecular layers are formed. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് നമ്മുടെ ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ അഡ്സോർപ്ഷൻ ഓഫ് എ ഗ്യാസ്. അഡ്സോർപ്ഷൻ ഐസോതെർം, അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. എന്താണ് അഡ്സോർപ്ഷൻ ഐസോതെർം? ഇത് നമ്മൾ ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊരു ഗ്രാഫ് വരയ്ക്കുന്നതാണ് അഡ്സോർപ്ഷൻ ഐസോതെർം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഇവിടെ ഒരു പദാർത്ഥം, അതായത് അഡ്സോർബൻ്റ്. ഈ അഡ്സോർബൻറ്റിൻ്റെ സർഫസിലേക്കാണ് അഡ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കൂടുതൽ കൊടുക്കുകയാണ്. ഇപ്പം നമ്മളൊരു ഗ്യാസാണ് ഇതിൻ്റെ സർഫസിലേക്ക് ഇവിടെ ഒരു ഗ്യാസാണ് നമ്മൾ അഡ്സോർബ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, ആ ഗ്യാസിൻ്റെ മർദ്ദം കൂട്ടിക്കൊടുക്കുമ്പോൾ വളരെ കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് വന്ന് ഇതിൻ്റെ സർഫസിൽ വന്ന് എന്ത് ചെയ്യുന്നു, അഡ്സോർബ് ചെയ്യുന്നു. അപ്പം മർദ്ദം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് ഇതിൻ്റെ സർഫസിൽ വന്നിങ്ങനെ അഡ്സോർബ് ചെയ്യുന്നു. അഡ്സോർബ് ചെയ്തിങ്ങനെ കൂടുതലിങ്ങനെ അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേക്ക് ഈ അഡ്സോർപ്ഷൻ സ്ഥിരമായിട്ടങ്ങ് പിന്നെ അഡ്സോർപ്ഷൻ നടക്കാതെ വരും. കാരണം ഇവിടെ സാച്ചുറേഷനായി അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയത്തിലെത്തി. അപ്പോൾ ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രാഫാണ് എന്തെന്ന് പറയുന്നത്, അഡ്സോർപ്ഷൻ ഐസോതെർം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അഡ്സോർപ്ഷൻ ഐസോതെർം? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസസ്, അതായത് അഡ്സോർപ്ഷൻ്റെ തോത് ഓൺ എ ഗിവൺ സോളിഡ് സർഫസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അഡ്സോർപ്ഷൻ്റെ തോത് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് പിന്നെന്താണ് ചെയ്യുന്നത്, റീച്ചസ് എ മാക്സിമം ദെൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എ ഗ്രാഫ് ഈസ് drawn between the amount of gas adsorbed per gram of the adsorbent and pressure of the gas at constant temperature is known as adsorption isotherm. അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്രാഫ് കണ്ടു. ഏതാണ് അഡ്സോർപ്ഷൻ ഐസോതെർമിൽ എക്സ് ആക്സിസിൽ എന്താണ്, പ്രഷറാണ്. വൈ ആക്സിസിൽ എന്താണ്, എമൗണ്ട് ഓഫ് ഗ്യാസ്, എത്ര ഗ്യാസ് അവിടെ അഡ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം പ്രഷർ കൂടുന്നതിനനുസരിച്ച് അഡ്സോർബ് ചെയ്യുന്ന ഗ്യാസിൻ്റെ എമൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടി ഇവിടെ ഒരു ഹൈ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഇത് ഇക്വിലിബ്രിയത്തിൽ ആയിക്കഴിയുമ്പോൾ ഇതിൻ്റെ അളവ് എന്താണ്, സ്ഥിരമായിട്ട് പോകുന്നു എന്നാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ്, പ്രഷർ അഗെയിൻസ്റ്റ് x/m. എന്താണ് x/m എന്ന് പറയുന്നത്, എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് പെർ ഗ്രാം ഓഫ് ദി അഡ്സോർബൻറ്റ്. ഒരു ഗ്രാം പദാർത്ഥത്തിൽ എത്ര എമൗണ്ട് ഗ്യാസ് അഡ്സോർബ് ചെയ്യുന്നു, അതാണ് x/m എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക.